Hi, my warm greeting to all of you. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദം. ലാൻഡേൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോ പ്രസന്റേഷൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അസേർട്ടഡ് മാനേജ്മെന്റ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അസേർട്ടഡിന്റെ വളരെ വ്യത്യസ്തമായ ട്രെയിനിങ് പാക്കേജുകളെ കുറിച്ച് നിങ്ങളെ അറിയിക്കുകയും നിങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയാണ് ഈ പ്രസന്റേഷൻ. എന്താണ് അസേർട്ടഡ് മാനേജ്മെന്റ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പരിചയപ്പെടുമ്പോൾ ആദ്യം നമ്മൾ വിശദീകരിക്കേണ്ടത് അസേർട്ടഡ് എന്ന പദമാണ്. അസേർട്ടഡ് എന്ന പദം അസോസിയേഷൻ ഫോർ എഡ്യൂക്കേഷൻ, റിസർച്ച്, ട്രെയിനിങ് ആൻഡ് എന്റർപ്രണറിയൽ ഡെവലപ്മെന്റ് എന്നതിന്റെ ചുരുക്ക രൂപമാണ്. ഈ ചുരുക്ക രൂപത്തെ വിപുലീകരിക്കുമ്പോൾ തന്നെ എന്താണ് അസേർട്ടഡിന്റെ വിഷൻ, മിഷൻ, അതിന്റെ പ്രവർത്തന രീതി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അസേർട്ടഡ് എന്നതിന്റെ ആദ്യത്തെ പദം അസോസിയേഷനാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച പദമാണ് അസോസിയേഷൻ. സ്കിൽ ഷെയറിങ്ങിന്റെ ഒരു കാലഘട്ടമാണ് ഇന്ന്. ഓരോ ആളുകൾക്കും ഉള്ള സ്കില്ലിനെ പരസ്പരം ഷെയർ ചെയ്യുക എന്നതാണ് ആധുനിക കാലഘട്ടത്തിലെ ഒരു ബിസിനസ്. അങ്ങനെ നോക്കുമ്പോൾ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകൾക്ക് ഒരുമിച്ച് കൂടാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അസേർട്ടഡ് ഒരുക്കുന്നത്. രണ്ടാമത്തെ പ്രവർത്തനം എഡ്യൂക്കേഷനാണ്. ഒരു സമൂഹത്തെ മാറ്റിമറിക്കണമെങ്കിൽ, ഒരു സമ്പ്രദായത്തിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ളത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടതാണ്. ഇത് തന്നെയാണ് അസേർട്ടഡും പറയുന്നത്. വിദ്യാഭ്യാസത്തിലൂടെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുക. കൺവെൻഷണൽ രീതിയിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് പകരം ഇഷ്യൂ ബേസ്ഡ് ലേണിംഗിനെയാണ് അസേർട്ടഡ് പ്രോത്സാഹിപ്പിക്കുന്നത്. അസേർട്ടഡിന്റെ രണ്ടാമത്തെ പ്രവർത്തനം വിദ്യാഭ്യാസ പ്രവർത്തനം. മൂന്നാമത്തെ പ്രവർത്തനം റിസർച്ച്. കാലം അനുദിനം മാറിക്കൊണ്ടിരിക്കും. ലോകക്രമങ്ങൾ അനുനിമിഷം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും. ഈ അവസരത്തിൽ ഈ മാറ്റങ്ങളെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും പഠനം നടത്തുകയും ചെയ്യുക എന്നതാണ് അസേർട്ടഡ് ചെയ്യുന്ന മൂന്നാമത്തെ ഫംഗ്ഷൻ. ഇങ്ങനെ പഠനത്തിലൂടെ ലഭിച്ച കാര്യങ്ങളെ, അനുമാനങ്ങളെ അടിസ്ഥാനമാക്കി പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ അല്ലെങ്കിൽ അതിന്റെ അപ്ഡേഷൻ എന്നുള്ള രീതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ രൂപീകരിക്കുകയും അത് അസേർട്ടഡുമായി അസോസിയേറ്റ് ചെയ്തു നിൽക്കുന്ന ആളുകൾക്ക്, സ്ഥാപനങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് അസേർട്ടഡിന്റെ നാലാമത്തെ പ്രവർത്തനം. അവസാനത്തെ പ്രവർത്തനം, ദ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, കാലഘട്ടത്തിനനുസരിച്ചുമായ ടെക്നോളജിയും സാങ്കേതിക വിദ്യകളൊക്കെ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് പുതിയ ആശയങ്ങൾ ഉപയോഗിച്ചുള്ള ബിസിനസ് സംരംഭങ്ങൾ നടപ്പാക്കുക. ഇതാണ് എന്റർപ്രണറിയൽ ഡെവലപ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് അസേർട്ടഡ് സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുന്ന വിഷയം. കൂടുതൽ വിശദീകരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുള്ളത് അസേർട്ടഡിന്റെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. അസേർട്ടഡിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രസിദ്ധനായ റോബർട്ട് കിയോസാക്കി, നമുക്ക് എല്ലാവർക്കും പരിചിതനാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ദ റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡ്.
ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു വ്യക്തി അവന്റെ വരുമാന മാർഗം അവൻ സ്വീകരിക്കുന്നത് 4 ക്വാഡ്രന്റുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന്. പ്രധാനമായും ഭൂരിപക്ഷം ആളുകളും ഒരാളുകളുടെ കീഴിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിയാണ് ജീവിതമാർഗം കണ്ടെത്തുന്നത്. അതായത് എംപ്ലോയ്മെന്റ്, അതാണ് അവരുടെ ജീവിതം. മറ്റൊരു വിഭാഗം ആളുകളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ സ്വതന്ത്രമായി വർക്ക് ചെയ്യുകയും സ്വയം സംരംഭകരായി മാറുകയും ചെയ്യും. സെൽഫ് എംപ്ലോയ്മെന്റ് ആണ് അവരുടെ രീതി. അതില് കലാകാരന്മാരും പ്രൊഫഷണൽസും അതുപോലെ തന്നെ പരമ്പരാഗതമായ കുലത്തൊഴിൽ ചെയ്യുന്നവരടക്കം ഈ മേഖലയിൽ വരും. അങ്ങനെ സെൽഫ് എംപ്ലോയ്മെന്റ് വിഭാഗത്തില് സ്വന്തമായി എന്തെങ്കിലും ചെയ്ത് ജീവിതമാർഗം കണ്ടെത്തും. മറ്റൊരു വിഭാഗം ബിസിനസ്സുകാരാണ്. അവരവരുടെ വരുമാന മാർഗം കണ്ടെത്തുന്നത് ബിസിനസ്സിലൂടെയാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ടീം ബിൽഡിങ്ങിലൂടെയും അധികാരങ്ങള് വർക്കുകൾ മറ്റുള്ളവർക്ക് ഡെസിഗ്നേറ്റ് ചെയ്തു കൊടുത്തുകൊണ്ടുമാണ് ഒരു ബിസിനസ് മുന്നോട്ട്. ബിസിനസ്സും സെൽഫ് എംപ്ലോയ്മെന്റും ചില സമയങ്ങളിലൊക്കെ ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ടെങ്കിലും ബിസിനസ് സെൽഫ് എംപ്ലോയ്മെന്റിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. നാലാമത്തെ വിഭാഗം ഇൻവെസ്റ്റ് ചെയ്യുന്ന വിഭാഗം. പൈസ കൊടുത്ത് പണം മുടക്കി വീണ്ടും പണം വർദ്ധിപ്പിക്കുന്ന വിഭാഗമാണ്. ഇങ്ങനെ 4 വിഭാഗങ്ങളാണ് ലോകത്ത് വരുമാന മാർഗം ഉണ്ടാക്കുന്ന കാര്യത്തിൽ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഈ ഒരു കാര്യമാണ് റോബർട്ട് കിയോസാക്കി സൂചിപ്പിക്കുന്നത്. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് അസേർട്ടഡും അതിന്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ ഉൾപ്പെടുത്തി. അതായത് 4 വിഭാഗങ്ങൾക്കും ആവശ്യമായ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ചെയ്യുക എന്നുള്ളതാണ് അസേർട്ടഡിന്റെ കോർ ആക്ട്. അസേർട്ടഡിന്റെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതാണ് അസേർട്ടഡിന്റെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ ഈ അസേർട്ടഡിന്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ വെബ്സൈറ്റിലൂടെ കടന്നു പോയാൽ വ്യക്തമാവും. 4 തരം പ്രോഗ്രാമുകൾ, 4 തരം ട്രെയിനിങ്. എംപ്ലോയബിലിറ്റി എൻഹാൻസ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാം. ഒരു ജോലി നോക്കുന്ന ആളുകൾക്ക് അയാളുടെ സ്കിൽ ഏതൊക്കെ മേഖലയിലാണ് വർദ്ധിപ്പിക്കേണ്ടത് എന്ന തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് LM. അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കാണെങ്കിൽ ബി എന്റർപ്രണർ, ഇൻവെസ്റ്റേഴ്സിനാണെങ്കിൽ F ഡൊമൈൻ, സെൽഫ് എംപ്ലോയ്മെന്റ് ആയി ജോലി ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ F ഫ്രീഡം. എന്താണ് ഈ 4 വ്യത്യസ്ത ട്രെയിനിങ് പ്രോഗ്രാമുകളുടെയും പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ 4 ക്വാഡ്രന്റിലുള്ള ആളുകളുടെ ആവശ്യങ്ങളും അവർക്ക് ആവശ്യമായ സ്കില്ലുകളും വ്യത്യസ്തമാണ്. ഒരാളുകളുടെയും മനോഭാവവും മനഃശാസ്ത്രവും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഈ 4 ആളുകൾക്കും അവരുടെ മേഖലയിൽ തിളങ്ങണമെങ്കിൽ വ്യത്യസ്തമായ ട്രെയിനിങ് വേണം. അതുകൊണ്ടാണ് അസേർട്ടഡ് ഈ രീതിയിൽ വ്യത്യസ്തമായ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഒരുക്കിയത്. ഈ ട്രെയിനിങ് പ്രോഗ്രാമുകളെ കുറിച്ചും ഓരോ മേഖലയിലുള്ള ആളുകളെ കുറിച്ചും അവരുടെ സ്വഭാവ രീതികളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം ആവശ്യം. ഈ പ്രസന്റേഷന്റെ പരിധിയിൽ അത് പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഭാഗം മാത്രം LLearn എന്നുള്ള അസേർട്ടഡിന്റെ പ്രോഗ്രാം, അത് ഈ കൊറോണ കാലത്ത് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അസേർട്ടഡ് പരിചയപ്പെടുത്തുകയാണ്. എന്താണ് വർക്ക് ഫ്രം ഹോമിന്റെ പ്രത്യേകത? കൊറോണ ഈ ലോകമൊട്ടാകെ ഒരു ഡിപ്രഷൻ, ഒരു ബിസിനസ് മാന്ദ്യത്തിന് കാരണമായി. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിട്ടുള്ളത്, എല്ലാ മേഖലകളിലും പ്രശ്നം വന്നിട്ടുണ്ട്, തൊഴിൽ മേഖലയിൽ തൊഴിലവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ട്.
എന്നാൽ കൊറോണ നമ്മുടെ ജീവിതത്തിൽ ചില കൾച്ചറുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, പ്രത്യേകിച്ചുള്ള ഓൺലൈൻ കൾച്ചർ. മൊത്തം വിദ്യാഭ്യാസം നമ്മൾ ഓൺലൈനിലൂടെ ആയി മാറി, ബിസിനസ് മീറ്റിങ്ങുകൾ ഓൺലൈനിലായി മാറി, പർച്ചേസുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഓൺലൈനായി, ഡിജിറ്റൽ കറൻസികൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി, ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് കൂടി. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ കൊറോണ നമ്മളെ സ്വാധീനിച്ചു. അതുകൊണ്ട് തന്നെ പുതിയ ഒരു സ്കിൽ ഷെയറിംഗ് എന്നുള്ളൊരു കാലഘട്ടം വന്നിരിക്കുന്നു. ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതിന് പകരം തനിക്കുള്ള ഒരു സ്കില്ലിനെ മറ്റുള്ള എല്ലാ കമ്പനികൾക്കും, ഒന്നിൽ കൂടുതൽ കമ്പനികൾക്ക് തന്റെ സ്കിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിയുകയും അതിലൂടെ വരുമാനം നേടാം എന്നുള്ളതാണ് പുതിയ കാലഘട്ടത്തിന്റെ തൊഴിൽ. അതിനുള്ളൊരു പ്ലാറ്റ്ഫോം ഒരുക്കുകയും അതിനാവശ്യമായ ട്രെയിനിങ് കൊടുക്കുകയും ആ ട്രെയിനിങ്ങിലൂടെ അവര് ആ മേഖലയിൽ വിദഗ്ധരാക്കി മാറ്റുകയും എന്നിട്ട് അവർക്കുള്ള ഓപ്പർച്യൂണിറ്റി, അവസരങ്ങള് കമ്പനി തന്നെ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് എല്ലേൺ എന്ന പദ്ധതിയിലൂടെ, വർക്ക് ഫ്രം ഹോം എന്നുള്ള പദ്ധതിയിലൂടെ ചെയ്യുന്നത്. ഈ പദ്ധതിയുടെ 1-2 സവിശേഷതകള്: പ്രധാനമായിട്ടുള്ള കോറായുള്ള ട്രെയിനിങ് ഒരു 2 മാസം കൊണ്ട് തീർക്കുകയും ട്രെയിനിങ് കഴിഞ്ഞാൽ അവർക്കുള്ള ജോലികള് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ എല്ലാവരും ഈ മേഖലയിൽ തിളങ്ങണമെന്നോ കഴിവ് തെളിയിക്കണമെന്നോ, അങ്ങനെ ഈ മേഖലയുമായി ഒത്തുപോകാത്തവർക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള സൗകര്യവും ഈ ഒരു പാക്കേജിലുണ്ട്. പാക്കേജിന്റെ കൂടുതൽ വിശദാംശങ്ങള് 1-to-1 ആയി ഓരോരുത്തർക്കും സംശയമുള്ളവർക്ക് അത് വിശദീകരിച്ചു തരാൻ കമ്പനി തയ്യാറാണ്. കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ എന്നെയുമായി ബന്ധപ്പെടാം. എന്റെ വാട്സപ്പ് നമ്പർ 6282045523 6282045523. ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കൂടുതൽ വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. എന്തായാലും ഈ പ്രസന്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും അതുവരെ നന്ദി.